ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി സ്നാക്കാണ്. എണ്ണയൊന്നുമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്കൊരു 1.5 കപ്പ് സേമിയ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. സേമിയ ഒരുപാട് ചെറുതായിട്ട് മുറിച്ചെടുക്കേണ്ട, ഈ ഒരു വലുപ്പത്തിലൊക്കെ മുറിച്ചെടുത്താൽ മതി. അത് 1.5 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സേമിയത്തിൽ പിടിക്കാനുള്ള ഉപ്പ് വേണം കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ച് എടുക്കണം. അപ്പോൾ സേമിയ ആയതുകൊണ്ട് തന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. വെന്ത് ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകുന്നു വേണ്ട, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇപ്പോൾ ഇതാ നമ്മുടെ സേമിയ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോകുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് എത്രത്തോളം വേവായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഊറ്റി വെക്കാം. വേണമെങ്കിൽ ഇത് കഴുകിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കഴുകിയിട്ടൊന്നുമില്ല, കഴുകിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ പശ കൂടുതലായിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകിയാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ഊറ്റി വെച്ചിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 ചെറിയ സവാള കേട്ടോ, ഒരു ഇടത്തരം വലുപ്പമുള്ള സവാള ഇതുപോലെ അരിഞ്ഞത്, ചെറുതായിട്ടാണ് ഇപ്പോൾ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, നമുക്ക് എത്രത്തോളമാണ് എരിവ് വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള പച്ചമുളകും, പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് നേരം വഴറ്റിയെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഈ ഒരു ഉള്ളിയുടെ കടിയൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ, ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയ്ക്കൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ് കേട്ടോ ഇത്. അത് ഞാനിതാ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുത്താലും മതി. സമയമൊന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി കൊടുക്കാം കേട്ടോ, നല്ലത്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്തിപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇതാ ഇത്രയും മതി. നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ചൂടായി വന്നാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്കത് ഇതുപോലെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം വെച്ച് ബീറ്റ് ചെയ്തെടുക്കൊന്നും വേണം കേട്ടോ. ജസ്റ്റ് ആ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മുട്ടയിൽ മിക്സായി വന്നാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ഒരു സേമിയ ഉണ്ടല്ലോ, വേവിച്ചെടുത്തിട്ടുള്ള സേമിയ, അത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ, നമ്മൾ നൂഡിൽസൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പോലെ. അപ്പോൾ കട്ടയായിട്ട് നിൽക്കൊന്നുമില്ല, മുട്ടയുമായിട്ട് മിക്സായി വരുമ്പോൾ എല്ലാ സേമിയയും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സേമിയൊക്കെ വേറിട്ട് തന്നെ നിൽക്കും കേട്ടോ. കണ്ടോ, ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു സോസ് പാൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സോസ് പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട്, അതായത് വട്ടത്തിനനുസരിച്ചിട്ട് ഈ ഒരു ഇതിൻ്റെ തിക്നെസ്സും കൂടും കേട്ടോ നമ്മുടെ സ്നാക്കിൻ്റെ. അപ്പോൾ ഇത് കുറച്ച് വട്ടം കുറഞ്ഞിട്ടുള്ള സോസ് പാൻ ആയതുകൊണ്ട് കുറച്ച് തിക്കായിട്ടിരിക്കും. അതിൽ നമ്മൾ കുറച്ച് നെയ്യാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സൈഡിലും മുകളിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം.
എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സേമിയത്തിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരേ തിക്നെസ്സിൽ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബീഫിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് അരികിലേക്കായി പോവാതെ ആ ഒരു നടുഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. നടുഭാഗത്ത് എന്ന് പറഞ്ഞാൽ സൈഡിൽ നമുക്കിതൊന്ന് സെറ്റായി നിൽക്കാൻ വേണ്ട ആ ഒരു സ്പേസ് മാത്രം ഇട്ടാൽ മതി. അല്ലാത്ത ഭാഗത്തൊക്കെ ഫില്ലിങ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സേമിയത്തിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരേ ലെവലിൽ തന്നെ നിരത്തി കൊടുക്കുക കേട്ടോ. ഒരേ തിക്നെസ്സിൽ തന്നെ നിരത്തി കൊടുക്കുക. ഇനി ഞാനിതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ മല്ലിയില അരിഞ്ഞതുണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ മല്ലിയില ഇല്ല, അപ്പോൾ ഞാൻ ചില്ലി ഫ്ലേക്സ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് വേവിച്ചെടുക്കുന്നത് ഇതുപോലൊരു പഴയൊരു തവ ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ഈ ഒരു ലിഡിനൊരു ഹോൾ ഉണ്ട് കേട്ടോ. അത് ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കരിഞ്ഞു പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് തിക്കായിട്ടുള്ളതായതുകൊണ്ട് കട്ടി കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റോളം വെച്ച് കൊടുക്കാം. ഇനി കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മതി കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം പിന്നെ ഞാനത് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഞാൻ മറ്റൊരു പാനിൽ ഒന്ന് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം സെറ്റായിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സെറ്റാവാത്തതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വേറിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരു ചട്ടകം വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ച് നോക്കാം. ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് കമഴ്ത്തി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു കളറൊക്കെ ഭാഗം നല്ല ഒരു കളറായി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് മറ്റേ സൈഡും കൂടെ അതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആക്കി എടുക്കാം കേട്ടോ. മറ്റേ സൈഡ് കുറച്ച് കളർ കുറവാണ്. അപ്പോൾ അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കളറിൽ ആക്കിയെടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടോട് കൂടി കട്ട് ചെയ്യുമ്പോൾ ഒരു പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇഫ്താറിൻ്റെ സമയത്തും അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്